മഹാരാഷ്ട്രയിലെ ആദ്യ ഭൂഗർഭ മെട്രോ പാതയായ കൊളാബ ബാന്ദ്ര സ്പീസ് മെട്രോ ലൈൻ 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മെട്രോ പാതയ്ക്കൊപ്പം മെട്രോ കണക്ട് എന്ന മൊബൈൽ ആപ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും. ആധുനിക സൗകര്യങ്ങളടങ്ങിയ മെട്രോയിലെ യാത്രാനുഭവം വർദ്ധിപ്പിക്കാനാണ് പുതിയ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. പൂർണ്ണമായും ഭൂമിക്കടിയിലൂടെ കടന്നു പോകുന്ന മെട്രോ ലൈൻ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് കുറച്ചെങ്കിലും കുറവുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. 37,000 കോടിയിലധികമാണ് മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ ഭൂഗർഭ മെട്രോയ്ക്കായി ചിലവഴിച്ചത്. ഹാരെ കോളനി BKC വരെയുള്ള 10 സ്റ്റേഷനുകളാണ് ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. പണി പൂർത്തിയായാലുടൻ മെട്രോ ഇതിലൂടെ ഓടിത്തുടങ്ങും. മൊത്തം 260 സർവീസുകളാണ് ഉള്ളത്. എല്ലാ 6.5 മിനിറ്റിലും ഓരോ മെട്രോ സർവീസ് നടക്കും. രാവിലെ 6:30 മുതൽ വൈകിട്ട് 11 മണി വരെയാണ് മെട്രോയുടെ സേവനം. BKCയിൽ നിന്ന് 30 മിനിറ്റ് താഴെ സമയം കൊണ്ട് 50 രൂപ മാത്രം നൽകി ആരിയിലേക്കും തിരിച്ചും യാത്ര ചെയ്യാനാകുമെന്നതാണ് ഈ പാതയുടെ പ്രത്യേകത. നിലവിൽ 1 മണിക്കൂർ വേണ്ട യാത്രാ സമയമാണ് നേർപകുതിയായി കുറയ്ക്കുന്നത്. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ അഭിമാന പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണം തുടങ്ങിയത് 2017-ലാണ്. അന്ന് പ്രതീക്ഷിച്ചിരുന്ന ചിലവ് 27,000 കോടി. എന്നാൽ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും ചെലവ് 37,000 കോടി രൂപയിലധികമായി. മൊത്തം 56 കിലോമീറ്റർ ഭൂമിയാണ് മെട്രോക്കായി തുരന്നത്. മുഴുവൻ ഘട്ടവും പൂർത്തിയാക്കി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേരത്തെയുള്ള വാഗ്ദാനം. പക്ഷേ അത് നടന്നില്ല. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.